സ്ത്രീയും പുരുഷനും നമ്മുടെ ഈ സാമൂഹിക ചുറ്റുപാടുകളിൽ തുല്യ സ്ഥാനത്താണുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരുടെ കഴിവുകൾ വ്യത്യസ്തമായിരിക്കാം, അവരുടെ റെസ്പോൺസിബിലിറ്റികൾ വ്യത്യസ്തമായിരിക്കാം, അവരുടെ ശാരീരിക ഘടന വ്യത്യസ്തമായിരിക്കാം. എന്നാലും ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സ്ത്രീക്കും പുരുഷനും ഒരേ സ്ഥാനമാണുള്ളത്. സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തുല്യ നീതി ലഭിക്കേണ്ട ആളുകളാണ്. സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യം ലഭിക്കേണ്ട ആളുകളാണ്. സ്ത്രീയും പുരുഷനും കൈകോർത്തുകൊണ്ട് ഇക്വാലിറ്റിയേക്കാൾ ഉപരിയായിട്ട് ഇക്വിറ്റിയിൽ ഫോക്കസ് ചെയ്യേണ്ട ആളുകളാണ്. ഇക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിസൾട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എവിടെയാണോ പരസ്പര സഹകരണം ആവശ്യമുള്ളത് ആ മേഖലകളിൽ സഹകരിച്ചുകൊണ്ട് കുടുംബത്തെ, സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ തുല്യ സ്ഥാനമാണ് അവർക്കുള്ളതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ തുല്യമായ അവകാശങ്ങൾ ലഭിക്കുവാനും അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യമായ പ്രാതിനിധ്യം ലഭിക്കുവാനും അർഹതയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്.